जाने शहजाद जाने शहजाद സ്വാഭാവികമായ കാപട്യം അവനിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. എല്ലായിടത്തും എല്ലാ പോലെയും പെരുമാറാൻ സാധിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചിലതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടതുണ്ടാകും, പക്ഷേ ഈ മറുപടി ഉചിതമാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ മൗനത്തിന് വല്ലാത്ത പ്രഹരശേഷിയുണ്ട്. ആത്മാവ് കൂടൊഴിയുന്ന വിധമുള്ള വേദനയാണ് ഷഹസാദിനത് സമ്മാനിച്ചത്. നഷ്ടത്തെ അദ്ദേഹം മരണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. के जीथन से जुदा हो बैठा. മര്യാദത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ നിഷ്കളങ്കനായിരിക്കുക എന്നുള്ളത് പ്രായം കൂടുന്തോറും സാധ്യമല്ലാതായി മാറിക്കൊണ്ടേയിരിക്കുന്ന സംഗതിയാണ്. സ്വാഭാവികമായ കാപട്യം അവനിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷം കഴിയും തോറും അവൻ ഈ ലോകത്ത് നിന്ന് കാപട്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരാളുടെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് അവൻ ചില ധാരണകൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളതിനെ ഔചിത്യം എന്ന് വിളിക്കും. എല്ലായിടത്തും എല്ലാ പോലെയും പെരുമാറാൻ സാധിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ചിലയിടങ്ങളിൽ ആ ഔചിത്യം നമ്മുടെ സംസാരശേഷിയെ കവർന്നെടുക്കും. ചിലതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടതുണ്ടാകും, പക്ഷേ ഈ സന്ദർഭം അതിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. ഏക് ബസ് തൂ ഹി നഹി മുജ്സെ ഖഫാ ഹോ ബൈഠ എന്ന് തുടങ്ങുന്ന ഗസൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിൽ 2 ഈരടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാമെന്നാണ് കരുതുന്നത്. അതിലൊരു ഈരടി ഇങ്ങനെയാണ്: മസ്ലഹത്ത് ചീൻ ഗയി ഖുവ്വത്തെ ഗുഫ്താർ മഗർ കുച്ച് ന കഹനാ ഹി മെരാ മേരി സദാ ഹോ ബൈഠ. मसलहत छीन गई क़ुव्वते गुफ्तार मगर. मसलहत छीन गई क़ुव्वते गुफ्तार मगर कुछ न कहना ही मेरा मेरी सदा हो बैठा. മസ്ലിഹത്ത് ഛീൻ ഗയി ഖുവ്വത്തെ ഗുഫ്താർ മഗർ. ഈ ഔചിത്യബോധം എൻ്റെ സംസാരശേഷിയെ കവർന്നെടുത്തിരിക്കുന്നു. മറുപടി പറയണമെന്ന് എനിക്കുണ്ട്. മറുപടി പറയേണ്ട തരത്തിലുള്ള സംസാരമാണ് എതിർഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മറുപടി ഉചിതമാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ മറുപടിക്ക് നിന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് വേറെ പ്രയാസങ്ങളിലേക്ക്, വേറെ ദുരിതങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. എൻ്റെ ഔചിത്യബോധം അവിടെ മറുപടി പറയാൻ സമ്മതിക്കുന്നേയില്ല. മൗനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉചിതമെന്നാണ് എൻ്റെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എൻ്റെ സംസാരശേഷി ആ ഔചിത്യബോധം കവർന്നെടുത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ കുച്ചിനെ കഹനാഹി മെരാ മേരി സദാ ഹോ ബൈഠ. പക്ഷെ ആ കവർന്നെടുക്കപ്പെട്ട ഔചിത്യബോധം എന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല. ആ ഔചിത്യബോധം യഥാർത്ഥത്തിൽ മൗനം എന്നുള്ള വലിയൊരു പടച്ചട്ട എനിക്ക് നൽകുകയാണ് ചെയ്തത്. ചില സമയത്തുള്ള മൗനം, ആ മൗനത്തിന് വല്ലാത്ത പ്രഹരശേഷിയുണ്ട്. ആ മൗനം ചിലപ്പോഴൊക്കെ വളരെ രൂക്ഷമായി സംവദിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്ന ആ ഔചിത്യബോധമാണ് ഈ മൗനം എന്ന ആയുധം എന്നിൽ നടക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ സംസാരശേഷി കവർന്നെടുക്കപ്പെട്ടു എന്നുള്ള ദുരിതം, ദുഃഖം ഞാൻ മറക്കുന്നത് അത് അതിനേക്കാൾ വലിയ സംസാരമായി മാറുന്നു എന്നുള്ളതുകൊണ്ട്. ആ മൗനം എൻ്റെ വാചാലതയേക്കാൾ വലിയ വാചാലതയാണ്. ചിലയിടങ്ങളിൽ മൗനം ഒരു വല്ലാത്ത ആയുധമാണ് എന്ന് നമുക്കറിയാം. 2 കൈകൾ കൂട്ടിയെടുക്കുമ്പോഴാണ് ശബ്ദമുണ്ടാവുക എന്ന് പറഞ്ഞ് മൗനം അവലംബിക്കുന്ന ആളുകളുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഈ മൗനം അവലംബിച്ച ആളായിരിക്കാം. അയാളെ ആ തീരുമാനത്തിൽ പ്രേരിപ്പിച്ചത് അയാളുടെ ഔചിത്യബോധമാണ്. ഇവിടെയും ഈ ഇരടിയിലും ഫർഹത്ത് ഷഹസാദ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് താൽക്കാലികമായി ഒരുപക്ഷെ ഞാൻ മൗനിയായി പോകുന്നു, ഈ സദസ്സിന് മുൻപിൽ ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നു എന്ന് തോന്നാം. പക്ഷേ ആ മൗനം ഒരു വലിയ മറുപടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് നിങ്ങളെ ശക്തനാക്കുന്നത് എന്ന് ഈ ഈരടി പറഞ്ഞു വെക്കുന്നു. ഈ ഗസലിന്റെ മക്ത ഫർഹത്ത് ഷഹസാദ് വളരെ മനോഹരമായാണ് ഒരുക്കിയിട്ടുള്ളത്. തന്റെ പ്രണയത്തിന്റെ തകർച്ചയുടെ ആഴം വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു ഈരടിയായിട്ട് ഇത് മാറുന്നുണ്ട്. ജാനെ ഷഹസാദ് കോ
मिन जुमले आदा पाकर हुक वो उठी की जीत तन से जुदा हो बैठा। जाने शहजाद, जाने शहजाद, जाने शहजाद को मिन जुमले आदा पाकर, पाकर हुक वो उठी के जीतन से जुदा हो बैठा। जान ഷഹസാദ് കോ മിൻ ജുംലയെ ആദാ പാക്കർ. തൻ്റെ പ്രിയപ്പെട്ടവളെന്ന് കരുതിയിരുന്ന, ഷഹസാദ് കരുതിയിരുന്ന ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ, തൻ്റെ പ്രിയപ്പെട്ടവൻ, ഷഹസാദിൻ്റെ ആ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ ശത്രുക്കളുടെ മുൻനിരയിൽ കണ്ട സമയത്ത് ഇത്രയും നാൾ തന്നോട് ഒട്ടി നിന്നതെന്ന് ധരിച്ചു വശായ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ഇന്നിതാ ശത്രുനിരയിൽ മുൻപിൽ നിൽക്കുകയാണ്. തനിക്ക് നേരെ ശരമെയ്യുന്നുണ്ട്. എൻ്റെ ഹൃദയം പിളർക്കുന്നത് അവളുടെ ആ സാന്നിധ്യമാണ്. ആ പിളർപ്പിനെ കുറിച്ച് തൻ്റെ മക്തയുടെ പൂർത്തീകരണം എന്ന പോലെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഹൂക്ക് വോ ഉഠി കി ജീതൻ സേ ജുദാ ഹോ ബൈഠ. അവളെ ശത്രുപക്ഷത്ത് കണ്ടപ്പോൾ ആത്മാവ് കൂടൊഴിയുന്ന വിധമുള്ള വേദനയാണ് ഷഹസാദിനത് സമ്മാനിച്ചത്. അതികഠിനമായ വേദന, മരണവേദന. ഞാൻ ഇത്രയും നാൾ എൻ്റെ ആത്മാവിൽ കുടിയിരുത്തിയ ഒരുവൾ ഇതാ എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. എന്നെ ഇങ്ങനെ ക്രൂരമായി ശരമെയ്യാൻ അവൾ മുമ്പിൽ നിൽക്കുന്നത് എന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം ആ അമ്പേറ്റ് പിടഞ്ഞു വീണിരിക്കുന്നു. എൻ്റെ ജീവനിതാ നഷ്ടമായിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ, ഞാനിത് പ്രതീക്ഷിച്ചതല്ല. ആ ശത്രുപക്ഷത്ത് നിന്നെ ഞാൻ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും നനച്ചതല്ല. ഈ ഹൃദയവേദന നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരാത്മാവ് കൂടൊഴിയുന്നതിനേക്കാൾ അധികമായ വേദനയാണ്. ഒരു പ്രണയ നഷ്ടത്തെ അദ്ദേഹം മരണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതികഠിനമായ വേദന. വേർപാടിൻ്റെ നാളിൽ, വേർപാടിൻ്റെ രാവിൽ താൻ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആളുകൾ എതിരിടുന്ന നാളിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഷഹസാദ് അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തുകൊണ്ട് തന്നെ തൻ്റെ മക്തയിൽ കുറിച്ചിടുന്നു. ആ ഗസലിനെ അവിടെ അങ്ങനെ അവസാനിപ്പിക്കാനാണ് ഷഹസാദ് ശ്രമിച്ചിട്ടുള്ളത്. മറ്റു ചില ഇരടികളുമായി നമുക്ക് വീണ്ടും കാണാം. ഏറെ നന്ദി. एक बस तू ही नहीं मुझसे खफा हो बैठा।